ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ബൺ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയും. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 3/4 കപ്പ് മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് 15 മിനിറ്റ് മൂടി വയ്ക്കാം. കഴിയുമ്പോൾ ഈ ഡോ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം കുറച്ചു നേരം നീഡ് ചെയ്തെടുക്കാം. കുറച്ചു നേരം ഇങ്ങനെ നീഡ് ചെയ്ത ശേഷം ഈ ഡോ വീണ്ടും ബൗളിലേക്ക് മാറ്റാം. വീണ്ടും ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കാം. മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഡോ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം കുറച്ചു നേരം നീഡ് ചെയ്യാം. ബൗളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഈ ഡോ അതിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മൂടി വയ്ക്കാം. ഒരു മണിക്കൂറായപ്പോഴേക്കും ഈ ഡോ കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം കൈ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇതൊരു സ്ക്വയർ ടിന്നിലേക്ക് മാറ്റാം.
ഇതെല്ലാം ഇതുപോലെ ബോൾ ഷേപ്പാക്കി ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് കുറച്ചുകൂടി വലുതാകുന്നത് വരെ ഇത് മൂടി വയ്ക്കാം. ഇവിടെ 45 മിനിറ്റ് മൂടി വെച്ചപ്പോഴാണ് ഡബിൾ സൈസായി കിട്ടിയത്. ഒരു മുട്ടയും 2 ടേബിൾ സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മുകളിൽ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. മിൽക്ക് ബൺ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള മിൽക്ക് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.